സംസ്ഥാന സർക്കാർ പറഞ്ഞു കേന്ദ്ര സർക്കാർ പിന്നെ പൈസ കൊടുക്കുന്നതാണ്. കേന്ദ്രം പറയുന്നത് സംസ്ഥാന സർക്കാർ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചില്ല. അങ്ങനെ കേന്ദ്ര സർക്കാർ പിന്നെ സംസ്ഥാന സർക്കാർ കേരളത്തെയും കേരള സർക്കാർ സംസ്ഥാന സർക്കാർ കുറ്റം പറഞ്ഞു കൊടുക്കുക. നമസ്കാരം. നമ്മൾ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണുള്ളത്. മേപ്പാടിയുടെ വിവിധ ഭാഗങ്ങൾ, മുണ്ടക്കൈ, ചൂരൽമല, പോകാൻ കഴിയുന്ന ഭാഗങ്ങളൊക്കെ പോയി. വളരെ ദുരിതവുമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. അത് കേരള സർക്കാരായിക്കോട്ടെ കേന്ദ്ര സർക്കാരായിക്കോട്ടെ, ആരും എന്നുള്ളതല്ല, ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ട്, കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് ഏതാണ്ട് 3.25 മാസം കഴിയുന്നു. 3 മാസവും ഒരാഴ്ചയും കഴിഞ്ഞു ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായിട്ട്. പക്ഷെ ഇത്രയും കാലമായിട്ടും അടിയന്തരമായി ചെയ്യേണ്ട പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ഒരു വിഷമം തന്നെയാണ്. അത് പോയി കണ്ടേ പറ്റൂ. നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന പോലെ, മീഡിയകൾ കാണുന്ന പോലെ അല്ല. ദൃശ്യങ്ങൾ ഞങ്ങൾ ധാരാളം എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും തന്നെ ഞങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല. 2-3 കാരണങ്ങളാണ്. വളരെ സാധുക്കൾ അവരനുഭവിക്കുന്ന ദുരന്തങ്ങളെ വിറ്റ് കാശാക്കുന്ന ഒരു ചാനലായി മാറാൻ ഡിഫറെൻ്റ് ആംഗിൾസിന് തൽക്കാലം താല്പര്യമില്ല. പിന്നെ അത് കണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് ഇനിയുള്ള ഏതാനും വീഡിയോകളിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. അത് കണ്ടിട്ടെങ്കിലും നിങ്ങളുടെ നേതാക്കളെ, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും നിങ്ങളുടെ നേതാക്കളെ നിങ്ങൾ വിവരം അറിയിക്കുക. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും, ഇനി ഇവിടെ BJP അംഗങ്ങളുണ്ട്, ഒരുപാട് പേരുണ്ട്, അവരിലൂടെ പ്രധാനമന്ത്രിക്കും ഒക്കെ എല്ലാവർക്കുമൊക്കെ കാര്യങ്ങൾ എത്തട്ടെ. കാര്യങ്ങൾ പുറത്തുനിന്ന് നമ്മൾ നോക്കി കാണുന്നത് പോലെയോ മീഡിയകളിൽ വായിക്കുന്നത് പോലെയോ ചാനലിൽ കാണുന്ന പോലെയൊന്നും അല്ല. അവരൊക്കെ അവരുടെ റീച്ചിനും അവരുടെ ഒരു അത് കണ്ടീഷനുസരിച്ചിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാണിക്കാൻ നിവൃത്തിയില്ല. കാരണം അത്രത്തോളം ദുരിതമാണ്. അവരങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണിക്കാൻ അവരിഷ്ടപ്പെടുന്നില്ല. അവർക്ക് ബന്ധുക്കളുണ്ട്, അവർക്ക് കുടുംബാംഗങ്ങളുണ്ട്. അവർക്ക് കാണുമ്പോൾ ഒരു പ്രയാസമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ കാല് പിടിക്കുക എന്നുള്ളത് ഒരു സുഖമുള്ളൊരു പരിപാടിയല്ലല്ലോ. ഇപ്പോൾ നിലവിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. സർക്കാർ കൊടുക്കുന്ന 300 രൂപ, വാടക കിട്ടുന്ന 6000 രൂപ, 12,000 രൂപ വരെ വാടകയ്ക്ക് അവർ താമസിക്കുന്നത്. 6000 രൂപ സർക്കാർ കൊടുക്കുമെന്ന് പറയുന്നു, 300 രൂപ കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും കിട്ടാത്ത, യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒട്ടേറെ കുടുംബങ്ങളെ നമുക്ക് കാണാനിടയായി. ആരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല. വളരെ കുറച്ച് പേരുമായിട്ട് സംസാരിക്കാൻ, പുറത്തേക്ക് വന്നാൽ കുഴപ്പമില്ല, പ്രയാസമില്ല എന്ന് കരുതുന്ന ചിലരെ മാത്രമേ ഞങ്ങൾ രംഗത്തേക്ക് കൊണ്ടുവരുന്നുള്ളൂ. ബാക്കി നിങ്ങൾ സങ്കല്പിക്കുക. അത്തരം ദൃശ്യങ്ങൾ പങ്കുവയ്ക്കലിലല്ല, അതിൻ്റെ വസ്തുതകൾ നിങ്ങൾ അറിയിക്കുന്നതിലേക്കാണ് ഡിഫറെൻ്റ് ആംഗിൾ ശ്രമിക്കുന്നത്. നമസ്കാരം സാറേ. നമസ്കാരം. ഇവിടെ വന്നപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നത് കണ്ടു. ബ്രിട്ടീഷ് ഇന്ത്യ, അതുപോലെ പിന്നെ ഒരു സംഘടന മലയാളി ശാന്തിഗ്രാമം പിന്നെ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റബിൾ ഫൗണ്ടേഷനും മറുനാടൻ മലയാളി ശാന്തിഗ്രാം നേതൃത്വത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. 28 കുട്ടികൾക്ക് 5 ലക്ഷം മുതൽ 3 ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു 5 പേർക്ക് 5 ലക്ഷം വെച്ചു. മറ്റുള്ള കുട്ടികൾക്കും 3 ഇങ്ങനെ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ MLA ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യ പ്രഭാഷണം നമ്മൾ ഇവിടെ ദുരന്തം കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞു. 3.5 മാസത്തോളം കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് സത്യത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട, ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് ഇതുവരെ തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ പ്രളയം നടന്നു. നമ്മൾ ആ പ്രളയ ദുരിതബാധിതരെ ക്യാമ്പിലേക്ക് മാറ്റി 1 മാസത്തോളം ആ ക്യാമ്പിലായിരുന്നു അവർ താമസിക്കുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും സംയുക്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് മരണപ്പെട്ടവരുടെ ബോഡികൾ ഇവിടെ തന്നെ പഞ്ചായത്തിൻ്റെ APJ ഹാളിലും മറ്റു പ്രൈവറ്റ് ഹാളുകളൊക്കെയാണ് സൂക്ഷിച്ചത്. അതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മറവ് ചെയ്യും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്നാണ് ഇപ്പോൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് മാറിയൊരു വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിപ്പോൾ അവിടെ ആ മേഖലയിൽ തൊഴിൽ ഇല്ലാത്ത, ഒന്നാമത് പരിചയപ്പെടുക, രണ്ടാമത് തൊഴിലിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ സർക്കാരൊക്കെ കൊടുക്കുന്ന കിറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. ഇപ്പോൾ പലരും
അരിയില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അവർ പോയ മേഖലയിൽ ഒന്നാമത് പരിക്ക് പറ്റി കിടപ്പിലായവരാണ്. അപ്പോൾ ഒരു കൃത്യമായ ജോലി ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ പറിച്ചു നടപ്പെട്ടവരായതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അവർക്ക് പണി കിട്ടാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ പരിക്ക് പറ്റിയ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ അല്ലാതെ ചികിത്സാ സഹായങ്ങൾ കിട്ടുന്നുണ്ടോ? സർക്കാർ ആദ്യഘട്ടങ്ങളിലൊക്കെ ചികിത്സാ ധനസഹായം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കുന്ന വയനാട്ടിലെ മേപ്പാടിയിലെ വിംസ് ഹോസ്പിറ്റലാണ്. ഇപ്പോൾ അവിടെ രോഗികൾ തന്നെ പൈസ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്തിന് ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ഫണ്ട് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം. പിന്നെ വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേര് വാഗ്ദാനങ്ങളുമായിട്ട് വന്നിരുന്നു, ദുരിതാശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ വീട് നിർമ്മാണം പൂർത്തിയായതുണ്ടോ അല്ലെങ്കിൽ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ 3 സംഘടനകളാണ് പ്രധാനമായിട്ടും വീട് ഏറ്റെടുത്തിട്ടുള്ളത്. അവർ സ്വന്തം നിലയ്ക്ക് തന്നെ ഭൂമി വാങ്ങിക്കുകയും അവിടെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മൾ ജമാഅത്ത് ഉലമ എന്ന് പറയുന്ന സംഘടന 27 വീട്ടിൻ്റെ പണി ഏകദേശം ജിണ്ടൽ പൊക്കം വരെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ജമാഅത്ത് ഉലമ എന്ന് പറഞ്ഞ വേറൊരു സംഘടനയും അവർ 10 വീടിനും തറക്കല്ലിട്ടു, 2 ആഴ്ച മുന്നേ തറക്കല്ലിട്ടു. അതുപോലെ ഈ വർക്ക് ഷോപ്പ് അവരെ ഒരു സംഘടന 10 വീടിന് മുട്ടിൽ പരിഹാരത്ത് തറക്കല്ലിട്ടു. അപ്പോൾ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ ഓരോ വീടുകൾ അവരെ പാർട്ടി അനുഭാവികൾക്ക് വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു. ശരി, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക്, അതായത് ഒരു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വരെ ഒന്നും തന്നെയല്ല. കാരണം വെച്ചാൽ സർക്കാർ ഭൂമി എടുപ്പായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളത്. സർക്കാർ കണ്ടെത്തിയ ഭൂമി ഇന്നിപ്പോൾ കോടതി കേസാണ്. പിന്നെയും സർക്കാർ അതിന് പകരം ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഭൂമി തന്നെ അങ്ങനെ വീടുകൾ വെക്കാനുള്ള സംവിധാനം ഒരുക്കാൻ പറ്റുമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. പക്ഷെ അതിന് മറ്റൊരു വശം കാണുന്നില്ല. ഈ കേസ് ഹൈക്കോടതിയിലാണ്. ഏത് കാലത്താണ് കേസിന് തീർപ്പുണ്ടായിട്ട് ആ ഭൂമി കിട്ടുകയെന്ന് പോലും പറയാൻ പറ്റില്ല. അത് ഒന്നാമത് തൊഴിൽ മേഖലയാണ്. തൊഴിൽ നഷ്ടപ്പെടുന്നതിനുണ്ട് അവിടെ തൊഴിലാളികൾ എതിരായിട്ട് ആണ് വരുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് കൽപ്പറ്റ ഉള്ളൊരു പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ കാലം മുൻപ് തന്നെ എസ്റ്റേറ്റ് അവിടെ തൊഴിലുകളൊന്നും നടക്കാതെ അവിടുത്തെ തൊഴിലാളികൾക്ക് പ്രൗഢം ഫണ്ട് അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുക്കാതെ ആ തൊഴിലാളികൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അവർ തന്നെ ഒരിടയ്ക്ക് അവിടെ കുടിൽ കെട്ടി താമസാക്കിയ അങ്ങനെ പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധിയുള്ള ഭൂമികളാണ് ഇപ്പോൾ കണ്ടെത്തിയുള്ളത്. പക്ഷെ അവിടെ എസ്റ്റേറ്റ് തന്നെ നേരിട്ട് കേസിന് പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സർക്കാരിന് കൃത്യമായിട്ടൊരു ഭൂമി കണ്ടെത്താൻ സാധിച്ചില്ല. സർക്കാർ ഭൂമി കണ്ടെത്തി കൊടുത്താൽ ഒട്ടേറെ സംഘടനകൾ അവിടെ വീട് വെക്കാൻ തയ്യാറാണ്. ഇപ്പോഴും നമ്മളോട് വാഗ്ദാനമായിട്ട് ഒരുപാട് സംഘടനകൾ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല. സർക്കാർ ഭൂമി കണ്ടെത്തിയിട്ട് ഒരു പക്ഷേ വീട് ഇങ്ങനെയാണെങ്കിൽ ഈ സമരവും കാര്യങ്ങളും അവർ കണ്ടെത്തുന്ന ഭൂമി നമുക്ക് പറ്റുന്ന ഭൂമിയല്ല. അപ്പോൾ ഇതിനൊരു ബദൽ പരിഹാരം എന്തെങ്കിലും പഞ്ചായത്തിന് നിർദ്ദേശിക്കാനുണ്ടോ? ഞങ്ങളിത് പല മീറ്റിങ്ങുകളിലും പറഞ്ഞൊരു കാര്യമാണ്. അതിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ നമ്മളെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ 600 കോടി രൂപ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ്. 600 കോടിയിലധികം ഉണ്ട്. അതില്ല, നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ 600 കോടി ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് ഭൂമി കണ്ടെത്തി വീട് വെച്ചു കൊടുക്കാൻ ഈ 100 ദിവസമായിട്ടും കഴിഞ്ഞിട്ടില്ല. 100 ദിവസം പിന്നിട്ടു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടുത്തെ പല ദുരിതബാധിതരും നമ്മൾ വിളിക്കാറുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഭൂമി മേടിക്കാനുള്ള പൈസ തരികയാണെങ്കിൽ ഞങ്ങൾ ഭൂമി കണ്ടെത്തി വെച്ചോളാം. അത് നല്ലൊരു ആശയമാണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവരെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരെ അറിയുന്ന ആൾക്കാരെ അടുത്ത് പോയി ഭൂമി മേടിക്കാനും അവർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി വീടുണ്ടാക്കാനും അവിടെ താമസിക്കാനും സംഘടനകളാണ് ഒരുപാട് പേര് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീടുകൾ ആണെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സർക്കാർ എത്രയും പെട്ടെന്ന് അവർ പുനരുദ്ധരിപ്പിക്കണം നമുക്ക് പറയാനുള്ളത്. കാരണം ഇനി വഹിച്ചു കൊണ്ടുപോയിട്ട് ദുരിതബാധിതർ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നതാണ്. സർക്കാരിന് ബാധ്യത കുറയുകയും ചെയ്യും. ഈ സ്ഥലത്തിനുള്ളൊരു സഹായം അത് എവിടെയാണോ നമ്മൾ ഹൈവേ അതോറിറ്റി എടുത്തതുപോലെ ഒരു സഹായം ചെയ്തു കൊടുത്താൽ മതി. ആ സ്ഥലത്തിന്റെ എമൗണ്ട് കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ ഇവരെ എല്ലാം കൂടി ഒരു കോമ്പൗണ്ടിൽ വരുത്തണം എന്നുള്ളൊരു വിഷയമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അല്ല, ആദ്യം ദുരിതബാധിതർ ആഗ്രഹിച്ചിരുന്നത് അവർ ഒരു പ്രദേശത്തുകാരായതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. ഇപ്പൊ ദിവസങ്ങൾ കഴിയുമ്പോഴും അവർക്ക് ഈ നേരത്തെ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിൽ പോലും ഇത് നടക്കാതെ വരുമ്പോൾ അവർ പറയുന്നത്, കാരണം സർക്കാർ ഇത്രയും വീടുകൾ ടൗൺഷിപ്പ് ആകുമ്പോൾ ഒരുപാട് സ്ഥലം വേണം. അപ്പോൾ അത്രയും സ്ഥലം ഒരുമിച്ച് കിട്ടില്ലെന്ന് അവർക്കാനും ബോധ്യമായ സാഹചര്യമാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു സ്ഥലം എടുക്കാനുള്ള പൈസ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ പോയി സ്ഥലം എടുത്തോളെന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും പിന്നെ സർക്കാരിനും ബാധ്യത കുറവായിരിക്കും. പക്ഷെ സർക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ പിന്നെ പൈസ കൊടുക്കുകയാണെങ്കിൽ ആ പൈസ ഭൂമി മേടിക്കാനാണ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ ചുമതല, ജില്ലാ ഭരണകൂടത്തിൻ്റെ ചുമതലയായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് അത്, നടപ്പിലാകട്ടെ എന്ന് കരുതാം. പഞ്ചായത്തിന് എന്താണ് ഇപ്പോൾ ഈ വൈകുന്ന വേളയിൽ, കാരണം ഇത് അനന്തമായി നീണ്ടുപോകുകയാണ്, എന്താണ് ഇനിയിപ്പോൾ ഒരു നിർദ്ദേശം? കേരള നമ്മൾ ആരെയും മാറ്റി വെക്കണ്ട, ഇതിലൊരു രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല, എന്താണ് ഒരു ആവശ്യപ്പെടാനുള്ളത്, ശക്തമായി ആവശ്യപ്പെടാനുള്ളത്? ഇവിടെ പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, സംസ്ഥാന സർക്കാർ പറഞ്ഞു കേന്ദ്ര സർക്കാർ പിന്നെ പൈസ കൊടുക്കുന്നതാണ്, കേന്ദ്രം പറയുന്നത് സംസ്ഥാന സർക്കാർ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചില്ല. അങ്ങനെ കേന്ദ്ര സർക്കാർ പിന്നെ സംസ്ഥാന സർക്കാർ കേരളത്തെയും കേരള സർക്കാർ സംസ്ഥാന സർക്കാർ കുറ്റം പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് വെറുപ്പ് കൂട്ടുന്നത് സാധാരണ ദുരിതബാധിതരും അതുപോലെ തന്നെ ഈ ദുരിത മേഖലയിലുള്ള പഞ്ചായത്ത് എന്നുള്ളതിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഏറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരെ എല്ലാ പ്രശ്നങ്ങളും ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളും അവരെ പഞ്ചായത്തിന് മുന്നിലാണ് അവതരിപ്പിക്കും. ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ കണ്ടില്ല എന്നറിയിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ ഈ പിന്നെ അത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ നിരന്തരം സമരം നടക്കുകയും പിന്നെ മുദ്രാവാക്യം വിളിയടക്കമുള്ള സാധനം പിന്നെ ഇവിടെ ഇടിച്ചു കയറലൊക്കെ കൂടിയാകുമ്പോൾ നമുക്കുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ വികസന പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെട്ടു വരിക. ഓരോ ദിവസം ചെല്ലുന്നോറും അതിൻ്റെ ഭാരിച്ച പിന്നെ ഇതാണ് വരുന്നത്. കാരണം ഞങ്ങളൊക്കെ സംബന്ധിച്ച് ജനപ്രതിനിധികൾ കഷ്ടിച്ചൊരു വർഷം കൂടിയുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ടെൻഡർ കഴിഞ്ഞ് ഒരുപാട് വർക്കുണ്ട്, അതിലേക്ക് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തടസ്സപ്പെടുകയാണ്. അപ്പോൾ സർക്കാർ ശാശ്വതമായ പരിഹാരം കണ്ട് ഇവരൊക്കെ അവരെ അവകാശങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ അത് പ്രതിഷേധിക്കാനുള്ള ഏറ്റവും അടുത്തൊരു ഘടകം പഞ്ചായത്ത് എന്നുള്ളതിലേക്കാണ്. പഞ്ചായത്തിൽ വരികയും അവർ ഈ കാര്യങ്ങൾ പറയുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും അവർക്ക് പഞ്ചായത്ത് ഓഫീസ് മാത്രമാണ് ആശ്രയം. ഇവിടെ വരാൻ പറ്റും. അവരിപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനോ പ്രധാനമന്ത്രിയെ കാണാനോ പറ്റില്ല. അവർക്ക് പറ്റുന്നത് പഞ്ചായത്ത് ഓഫീസിൽ വരിക എന്നുള്ളതാണ്. മറ്റൊരു വിഷയം കൂടെ നടക്കുന്നുണ്ട്. അതായത് നമുക്ക് കാണാതായ കുറച്ച് പേരുണ്ട്. ആ കാണാതായവരെ കണ്ടെത്താനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളോ അല്ല, കാരണം എന്തെങ്കിലും മരണ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും വേണമെങ്കിൽ, ഇൻഷുറൻസോ മറ്റോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെളിവ് വേണമല്ലോ, മരണപ്പെട്ടു എന്നുള്ള തെളിവ് വേണമല്ലോ. അപ്പോൾ അവരെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട്. അത് എത്രത്തോളം? നമ്മൾ 47 പേരെ ഇനിയും കണ്ടുകിട്ടാനുള്ളത്. നമ്മൾ തൽക്കാലം ഇപ്പോൾ പിന്നെ സർക്കാർ തെരച്ചിൽ നിർത്തിയെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ എന്നാൽ തിരയുന്നുമില്ല. അപ്പൊ ഈ ആവശ്യങ്ങൾ പിന്നെ MLA അടക്കമുള്ള ആൾക്കാർ ഞങ്ങളൊക്കെ തന്നെ പല പിന്നെ യോഗങ്ങളിലും മീറ്റിങ്ങുകളും പറയാറുണ്ട്. പക്ഷെ ഒന്നും ഫലപ്രദമായി നടക്കില്ല. എന്നാൽ സർക്കാർ നിർത്തിവെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കണ്ടു കിട്ടാത്തവരെ മരണപ്പെട്ടവരെ പ്രഖ്യാപിക്കുകയും അവർക്ക് പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കം കൊടുക്കുകയാണെങ്കിൽ ആ ബന്ധുക്കൾക്ക് പിന്നെ ഇവരെ പിന്നെ കർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ അവരുടെ അവകാശികൾക്ക് കിട്ടേണ്ടതായ പിന്നെ ആനുകൂല്യങ്ങളും ലഭ്യമാകും. അതുവരെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ, കാരണം ഇവരെവിടെയാണെന്ന് അറിയില്ല, അവർക്ക് യാതൊരു ആനുകൂല്യം കിട്ടുന്നില്ല, ബന്ധുക്കൾക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരമാവും. നേരത്തെ പുത്തുമല കവളപ്പാറ മേഖലയിൽ ഇതുപോലെ കുറച്ച് പേരെ മിസ്സിംഗ് ആയിരുന്നു. അവർക്കുള്ള മരണ സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ലഭ്യമായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞത്. അതും പിന്നെ പലരും ഇപ്പൊ 5 പേരാണ് പുത്തുമല നമുക്ക് കാണാതായിട്ടില്ല. അവരൊക്കെ പറയുന്നത് അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ള. അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുത്താൽ ആ കുടുംബത്തിന് വളരെ ശരിക്കും പറഞ്ഞാൽ വലിയ സഹായമാവും. നമ്മൾ തന്നെ പുത്തുമല കവളപ്പാറ ദുരന്ത കാലഘട്ടത്തിൽ സർക്കാർ തന്നെ കുറച്ച് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തിരുന്നു. ആ ഭവനങ്ങളെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു അപവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസയോഗ്യമല്ല എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ കുറച്ചുപേരെ കണ്ടവർ പറഞ്ഞത് ഞങ്ങൾ സർക്കാർ വീട് വെച്ച് തരേണ്ട ആവശ്യമില്ല, സർക്കാരിന്റെ ഭവനമേ ഞങ്ങൾക്ക് വേണ്ട, ഒരു സ്ഥലം വാങ്ങാനുള്ള സഹായം ചെയ്താൽ മതി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നേരത്തെ വെച്ചു കൊടുത്ത വീട് വാസയോഗ്യമാണോ അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഒരു പരിശോധന നടന്നിട്ടുണ്ടോ? അതെ, പൊതുവെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നത് കാരണം വെച്ചാല് ശരിക്കും പിന്നെ വേനൽക്കാലത്ത് ആണെങ്കിൽ പോലും വേനൽക്കാലത്ത് അകത്തേക്ക് പിന്നെ ഈ കയറാൻ പറ്റുന്നില്ല, ചൂട് കാരണം കയറാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചോർച്ചയും അതുപോലെ തന്നെ പിന്നെ ഉമ്മറത്ത് പോലെ നിൽക്കാൻ പറ്റില്ല. അവിടുന്ന് നേരെ ഉള്ളിലോട്ട് വെള്ളം പിന്നെ ചെറിയൊരു കാറ്റ് വേണമെന്നില്ല, അല്ലാതെ തന്നെ ഇങ്ങോട്ട് കയറി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ വീട് കൊണ്ട് വലിയൊരു ഉപകാരം ആർക്കും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പിന്നെ തൊട്ടടുത്ത ദിവസം തന്നെ പിന്നെ നമ്മളെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഒരു പിന്നെ പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ച് നൽകുന്ന, അതും അവർക്ക് ഭാവിയിൽ അതിൻ്റെ വീടിൻ്റെ മുകളിൽ വേറെ നില എടുക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മളെ മുൻ അനുഭവങ്ങൾ വെച്ചിട്ട് പ്രായോഗികമാണെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം. തീർച്ചയായിട്ടും ജനങ്ങൾ അങ്ങനെ പറയുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിയന്തര ഘട്ടത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ പോലും ആ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു 10,000 പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ വാടക, പിന്നെ മറ്റെന്തോ
അങ്ങനെയുള്ള ചെറിയ ധനസഹായങ്ങളല്ലാതെ പിന്നെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല. തീരെ ഒരു പരിഗണനയും കിട്ടാതെ കിടക്കുന്ന കുടുംബങ്ങൾ എത്ര പേരുണ്ട്? അങ്ങനെ വല്ല കിട്ടിയിട്ടുണ്ടോ? കാരണം ഇവർ ദുരന്തത്തിൽ പെട്ടിട്ടുമില്ല, എന്നാൽ ആ ദുരന്തത്തിന്റെ അപ്പുറം ഇപ്പുറം താമസിച്ച കാരണത്താൽ ദുരന്തത്തിലായിപ്പോയവരുണ്ട്. അങ്ങനെയുള്ളവരുടെ പുനരധിവാസമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും? അതെ, പിന്നെ ഇപ്പം നമുക്ക് ജോൺ മത്തായിയുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്രളയം ഉണ്ടായി വെള്ളം കയറി കൊടുത്ത് 30 മീറ്റർ അകലം വരെ പിന്നെ വാസവികയല്ലാന്ന്, അതിനപ്പുറത്തേക്കുള്ള പിന്നെ പ്രദേശങ്ങൾ വാസവികയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ ആ പ്രദേശത്ത് ഉരുൾപൊട്ടിയ പിന്നെ ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ഒരുപാട് ജനങ്ങൾ മാറി താമസിക്കുന്നുണ്ട്. അവരൊന്നും വാടക വീടുകളിൽ താമസിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ പിന്നെ പലർക്കും വാടക, ഇപ്പോൾ പിന്നെ ദുരിതബാധിതർക്കും ഇവർക്കും പലർക്കും വാടക കിട്ടാത്ത സാഹചര്യമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, പിന്നെ നമ്മൾ 6000 രൂപയാണ് വാടക ഇനത്തിൽ കൊടുക്കുന്നത്. നമ്മൾ 9000 രൂപ പിന്നെ തൊഴിലുറപ്പെടുത്തി ഒരു കുടുംബത്തിലെ 2 പേർക്ക് ഒരു മാസമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 300 രൂപ മാസം കൊടുത്തത്. അതെ 300 രൂപ ഒരു മാസം കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോഴും കഴിഞ്ഞ 2 മാസമായിട്ട് അങ്ങനെ ഒരു പരിപാടി ഇല്ല. പിന്നെ അടിയന്തര ധനസഹായം കൊണ്ട് 10000 രൂപയാണ് ഒരു കുടുംബത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ 6000 രൂപ തന്നെ പലർക്കും കയറുന്നുള്ളത് ഇല്ല എന്നുള്ളത്. ഇപ്പോൾ 3 മാസമായിട്ട് വാടക കിട്ടില്ല എന്ന് വന്ന് ഇവിടെ പറഞ്ഞവരുണ്ട്. ആദ്യ മാസങ്ങളിൽ അവർ താമസിച്ച ഒരു 15-ാം തീയതിക്ക് ശേഷം താമസിച്ചപ്പോൾ പിന്നെ 6000 എന്നുള്ളതിന് 3000 രൂപ അപ്പോൾ അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം പിന്നെ 6000 രൂപ തൊട്ടടുത്ത മാസം വരെ കൊടുത്ത് ചിലർക്ക് കിട്ടി ചിലർക്ക് കിട്ടി, അങ്ങനത്തെ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ പിന്നെ നമ്മൾ ഒരു മാസത്തെ പിന്നെ 9000 രൂപ ഒരു കുടുംബത്തിന് 2 പേർക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ ഒരു മാസമേ കൊടുത്തുള്ളൂ. അതും പിന്നെ ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൊഴിലുമില്ല. മൊത്തത്തിൽ ഒരു പിന്നെ പ്രയാസം അനുഭവിക്കും. പിന്നെയൊക്കെ കുറേയൊക്കെ ഇപ്പോൾ നമ്മൾ പിന്നെ ഈ ദുരിതബാധിതരെ പിന്നെ സഹായിക്കുന്നത് സംഘടനകളാണ്. ഇന്നിപ്പോൾ തന്നെ ബ്രിട്ടീഷ് മലയാളി സംഘടന കുട്ടിക്ക് പിന്നെ മലയാളി അതുപോലെ അവർ വന്നിരുന്നു, പ്രോഗ്രാം കഴിഞ്ഞ് പോയല്ലോ. പിന്നെ അതുപോലെ 10,000 10,000 വെച്ചിട്ട് 20,000 ഒക്കെ വെച്ചിട്ട് പല സംഘടനകളും കുറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ മറ്റൊരു ആര് ബന്ധുക്കളാണെങ്കിലും ശരി, പിന്നെ അവരൊന്നും ഈ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഇതിൽ അറിയുന്നുണ്ട്. അപ്പോൾ ആ ആൾക്കാരൊക്കെ നമ്മൾ പഞ്ചായത്താണ് ലിസ്റ്റ് കൊടുത്തു എന്നുള്ള പേരിൽ പഞ്ചായത്തിൻ്റെ അടുത്തേക്ക് വരികയും ആ പഞ്ചായത്ത് പ്രസിഡന്റാക്കുകയും ചെയ്യുന്നു. പിന്നെ 2 ദിവസം മുന്നേ വരെ പഞ്ചായത്തിൽ ഭയങ്കര ബഹളമായിരുന്നു. ഒരു സംഘടന പിന്നെ വീട്ടുപേരണം കൊടുത്തു. അപ്പോൾ അത് 160 കുടുംബങ്ങളൊക്കെ കൊടുത്തത്. അപ്പം ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നൊരു ബഹളമായിരുന്നു. പക്ഷേ ഇതിനൊന്നും നമ്മൾ ഉത്തരവാദികളല്ല. അവർ തന്നെ നേരിട്ട് പിന്നെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു, അവരെന്നെ കൊടുക്കുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പഞ്ചായത്തിന്റെ പിന്നെ പഞ്ചായത്തിന് ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ, അതെ, ആ വിധത്തില് ഒരു പഞ്ചായത്തിന്റെ ആയിട്ടുള്ള അറിവോ ഏകോപനമോ ഇല്ലാതെ തന്നെ സന്നദ്ധ പ്രവർത്തനം നടക്കും. നമ്മൾ ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതെ. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിനിടയിൽ അനാഥരായിപ്പോയ കുറച്ച് കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള അവരുടെ പുനരധിവാസം, തുടർ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രവർത്തനങ്ങൾ. അവര് ഇപ്പോൾ നിലവിൽ പിന്നെ ബന്ധുക്കളെ സംരക്ഷണം തന്നെയാണ് അവരൊക്കെ കഴിഞ്ഞു വരുന്നത്. ബന്ധുക്കളില്ലാത്ത കുട്ടികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അല്ല, എന്നാലും അവരുടെ ബന്ധുക്കളെ ആരെയും സർക്കാർ പിന്നെ പ്രത്യേകമായിട്ട് പുനരധിവസിപ്പിച്ചിട്ടില്ല. ഒക്കെ ബന്ധുക്കളെ ഒപ്പം തന്നെയാണ് താമസിക്കുന്നത്. അവരുടെ ബന്ധുക്കളാണെങ്കിൽ പോലും ബന്ധുക്കളൊപ്പം തന്നെയാണ്. അപ്പോൾ അത്തരം കുട്ടികൾക്കാണ് ഇന്നിപ്പോൾ പിന്നെ നമ്മളെ കൊടുത്തത്. കാരണം വെച്ചാൽ ഒന്നുകിൽ പിന്നെ അച്ഛൻ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട്, അങ്ങനെ 28 കുട്ടികളെയാണ് തിരഞ്ഞെടുത്ത് ധനസഹായം കൊടുത്തിട്ടുള്ളത്. ഏതായാലും പിന്നെ പ്രതികരിച്ചതിൽ വളരെ സന്തോഷം. പക്ഷേ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം വയനാടിന്റെ വിവിധ മേഖലകളിൽ കണ്ട് ഈ ദുരന്തബാധിത പ്രദേശമൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നീട് വരുമ്പോൾ അത് സന്തോഷം എങ്ങനെ പറയുമെന്ന് അറിയില്ല. അടിയന്തരമായി സർക്കാർ കാര്യത്തിൽ ഇടപെടട്ടെ. ഇവിടെ കേന്ദ്രം തരണം അല്ലെങ്കിൽ സംസ്ഥാനം തരണം എന്നുള്ള ലെവലിൽ സംസാരിച്ച് നിൽക്കാൻ, തർക്കിച്ച് നിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എന്ന് ഇവിടെ സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അടിയന്തരമായി കേരള സർക്കാരിന്റെ ഖജനാവിലേക്ക് ഒരു 600 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവർക്ക് വളരെ അടിയന്തരമായി അവർക്ക് ആവശ്യമായ 5-10 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 2-3 സെന്റ് സ്ഥലം അതിനനുയോജ്യമായി വാങ്ങാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുകയും, പ്രസിഡന്റ് ബാബു സാർ പറഞ്ഞതുപോലെ അവർ സ്വന്തമായി മറ്റ് സംഘടനകൾ അവരെല്ലാം വീട് നിർമ്മിച്ചുകൊണ്ട് വളരെ അടുത്ത് തന്നെ, ഇത് അനന്തമായി നീളാതെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. സർക്കാർ കണ്ണു തുറക്കണം. മറ്റുള്ളവർ അടിയന്തരമായി ആ മേഖല ശ്രദ്ധിക്കണം.